ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഡിന്നറായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തൈര് എടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിവിടെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാളയും 2 പച്ചമുളകും ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഇത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ബേക്കിംഗ് സോഡ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ എല്ലായിടത്തും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി ഇരിക്കേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു അപ്പച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ കടുകൊക്കെ വറുത്തിടാൻ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ പാത്രം ഉണ്ടാവുമല്ലോ, ആ ഒരു പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1.5 തവി ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ചുട്ടെടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 1 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതാ 2 സൈഡും ഇവിടെ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ട് നല്ല ബണ്ണ് പോലെ ആയിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബൺ ദോശയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ പെട്ടെന്ന് അരി കുതിർത്ത് വെക്കാനോ അല്ല അരച്ച് വെക്കാനോ ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. 1 കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 5-10 മിനിറ്റ് മാത്രം മതി ഈ ഒരു ബൺ ദോശ തയ്യാറാക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും ചട്നിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചട്നിയുടെ കൂടെയും തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ബൺ ദോശ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.